ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ ഡാൻസ് ട്യൂട്ടോറിയൽ വരുന്നത് മയിലാട്ടമാടേതക്ക് ആ സോങ്, അതിൻ്റെ റീൽസിൻ്റെ ഡാൻസ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 1 2 3 4 5 6 7 8. അതിനായിട്ട് നമ്മൾ രണ്ട് കൈയും നിവർത്തി പിടിക്കുക. ഓക്കെ, ദെൻ ഷോൾഡർ ഒന്ന് ഷേക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക്, ദെൻ ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കെ, അപ്പോൾ കാല് വരുമ്പോൾ റൈറ്റ് ലെഗ് എടുക്കുക ആൻഡ് ലെഫ്റ്റ് ലെഗ് ഇവിടെ ജസ്റ്റ് ഒന്ന് കുത്തുക. ഓക്കെ, ഈ സൈഡിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ലെഗ് ഈ സൈഡിലേക്ക് എടുക്കുക, റൈറ്റ് ലെഗ് ഇവിടെ ഒന്ന് കുത്തുക. ഓക്കെ, നോക്കാം. 3 2 1 go. 1 2 3 4 5 6 7 8. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ മറ്റേ മയിലാട്ടം അവിടെ തുടങ്ങാം കേട്ടോ. ഓക്കെ, മയിലാട്ടം. അതിനായിട്ട് ലെഗ് മൂവ്മെൻറ്റ് വരുമ്പോൾ 1 2 3 4. അതായത് ഫസ്റ്റ് റൈറ്റ് ലെഗ് ഒന്ന് പൊക്കുക, ദെൻ ലെഫ്റ്റ് ലെഗ്, ദെൻ റൈറ്റ് ലെഗ്, വീണ്ടും ലെഫ്റ്റ് ലെഗ്. ഓക്കെ, കൈ വരുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാം, നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, നോക്കാം. 1 2 3 4. 4ന് നമ്മുടെ ഷോൾഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിട്ടെടുക്കാം. ഓക്കെ, നോക്കാം. 3 2 1 go. 1 2 3 4. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ 1 2 3 4. അതിനായിട്ട് നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് എടുത്തേക്കുക, ഒപ്പം റൈറ്റ് ഹാൻഡ് എടുക്കുക. എന്നിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക മേലോട്ട്. ദെൻ റൈറ്റ് സൈഡിലേക്ക് സെയിം പോലെ തന്നെ മേലോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1 2. തിരിച്ച് ബാക്കോട്ട് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് എടുക്കുക, ലെഫ്റ്റ് ലെഗ് ബാക്കിലോട്ട് എടുത്തേക്കുക, താഴേക്ക് 3 4. ഓക്കെ, ഒന്ന് നോക്കാം. മഴ തുടങ്ങി, എന്നാലും ഒന്നുകൂടെ നോക്കാം. 3 2 1 go. 1 2 3 4. ഓക്കെ, ഒന്ന് നോക്കാം. 1 2 3 4. നമുക്ക് ഫസ്റ്റ് തുടങ്ങി ഒന്നുകൂടെ നോക്കാം കേട്ടോ. 3 2 1 go. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഈ സ്റ്റെപ്പാണ്. അതിനായിട്ട് നമ്മുടെ ലെഗ് മൂവ്മെന്റ് വരുമ്പോൾ 1 2. ജസ്റ്റ് ഇവിടുന്ന് 2 പ്രാവശ്യം 1 2 ജമ്പ് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് കുരിശ് പോലെ വരയ്ക്കുക, മേലെ നിന്ന് താഴോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. കൈ വരുമ്പോൾ കൈ ഞാൻ ഇങ്ങനെ പിടിച്ചേനെ കേട്ടോ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, 1 2. ഓക്കെ, 1 2. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് നീട്ടി പിടിക്കുക, ദെൻ റൈറ്റ് ഹാൻഡ് നമ്മുടെ കുരിശ് പോലെ വരയ്ക്കുക. ഓക്കെ, നോക്കാം. 1 2. ദെൻ ഇവിടുന്ന് റൈറ്റ് ഹാൻഡ് കറക്കുക, 2 പ്രാവശ്യം കറക്കുക, താഴേക്കിടുക. അപ്പോൾ നമ്മുടെ ലെഗ് ഇങ്ങനെ വരും. ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, റൈറ്റ് ലെഗ് ഇങ്ങനെയും പിടിക്കുക. ഓക്കെ, നോക്കാം. 3 2 1 go. 1 2 3 4. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് 5 6 7 8. അത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ഹിപ്പിൽ പിടിക്കുക, ദെൻ ഇവിടെ നിന്ന് ഒന്ന് ഹിപ്പ് പൊക്കി കൊടുക്കുക 2 പ്രാവശ്യം. ഓക്കെ, നോക്കാം. 3 2 1 go. 1 2 3 4 5 6 7 8. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുക്കാം. അതിന് 1 2 3 4. ആ സ്റ്റെപ്പിനായിട്ട് നമ്മൾ കൈ പോണത് ഇവിടെ നിന്ന് ഉള്ളിൽ നിർത്ത്, നമ്മുടെ റൈറ്റ് ഹാൻഡ് താഴെ, ലെഫ്റ്റ് ഹാൻഡ് മേലെ. ഓക്കെ, 1. അപ്പം നമ്മുടെ ലെഫ്റ്റ് ലെഗ് പൊക്കി കൊടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് ലെഗ് ഒന്ന് പൊക്കി കൊടുക്കുക. ഓക്കെ, 1. ഓക്കെ, ദെൻ 2 3 4. ജസ്റ്റ് ഒരു വേവി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതായത് റൈറ്റ് ഹാൻഡ് ഒന്ന് വേവ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് വേവ് ചെയ്യുക, പിന്നെ റൈറ്റ് ഒന്ന് കൂടെ വേവ് ചെയ്യുക. ഓക്കെ, നോക്കാം. 3 2 1 go. 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ 1
2 3 4. ഓക്കെ, അതിനായിട്ട് ലെഗ് മൂവ്മെൻറ്റ് നമ്മുടെ റൈറ്റ് ലെഗ് ഒന്ന് തട്ടി ഇപ്പുറേക്ക് വരാം. ഒപ്പം തന്നെ 1 ജസ്റ്റ് ഒന്ന് ചാടുക. ഓക്കെ, ഇവിടെ ഒന്ന് തട്ടി ഇവിടെ വരുമ്പോഴേക്കും ജസ്റ്റ് ജമ്പ് ചെയ്ത് കിടക്കി വെക്കുക. ഓക്കെ, 1 then 2 then വീണ്ടും 3 4. ഈ സ്ഥലത്തേക്ക് 2 പ്രാവശ്യം. ഓക്കെ, ഫസ്റ്റ് ലെഫ്റ്റിലോട്ട്, ഫസ്റ്റ് റൈറ്റിലോട്ട്, ദെൻ ലെഫ്റ്റിലോട്ട് 2 പ്രാവശ്യം റൈറ്റിലോട്ട്. ഓക്കെ, കൈ വരുമ്പോൾ ഫസ്റ്റ് റൈറ്റ് ലൈന് പിടിക്കുക, ദെൻ ലെഫ്റ്റ് ലൈന് പിടിക്കുക, ദെൻ റൈറ്റിൽ 2 പ്രാവശ്യം. നോക്കാം. 3 2 1 ഗോ. 1 2 3 4. നമുക്ക് ഞാൻ തുടങ്ങി ഒന്നുകൂടെ നോക്കിയാലോ. ഓക്കെ, റെഡി. 3 2 1 ഗോ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 1 2 3 4 5 6 7 8. ഓക്കെ, അതിനായിട്ട് നമ്മുടെ 2 ലെഗും അകത്തെ ഒന്ന് നിൽക്കാം. ഓക്കെ, ദെൻ നടുക്കുന്ന് കൈ എടുത്ത് ഇങ്ങനെ പുൾ ചെയ്ത് ബാക്കിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, നടുക്കുന്ന് എടുക്കുക, ബാക്കോട്ട് ഉണ്ടാക്കുക. അപ്പോൾ ലെഗ് മൂവ്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് എടുത്തേക്കുക, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തേക്കുക, ദെൻ ലെഫ്റ്റ് ലെഗ് എടുത്തേക്കുക. അപ്പം തന്നെ കൈയും. ഓക്കെ, നോക്കാം. 3 2 1 ഗോ. 1 2 3 4. അങ്ങനെ 2 ടൈംസ് ആ സ്റ്റെപ്പ് വരുന്നുണ്ട്. ഇത് വെട്ടാണോ നോക്കാം. 3 2 1 ഗോ. 1 2 3 4. ഓക്കെ, ഇവിടെ നിന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് നടക്കുന്ന പോലെ 4 പ്രാവശ്യം. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക, ദെൻ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ലെഗും ജസ്റ്റ് ഒന്ന് ഷോൾഡർ ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. 1 2 3 4. ഓക്കെ, നമ്മളിവിടെ വന്ന് ഇവിടെ നേരെ നമ്മൾ നിന്ന പൊസിഷനിലേക്ക് തന്നെ വരാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 1 2 3 4 5 6 7 8. ആയിട്ട് നമ്മുടെ ലെഗ് മൂവ്മെൻറ്റ് വരുന്നത് നമ്മൾ ഫസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിയുക, എന്നിട്ട് ലെഫ്റ്റ് ലെഗ് 2 പ്രാവശ്യം പൊക്കുക, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിയുക, റൈറ്റ് ലെഗ് 2 പ്രാവശ്യം പൊക്കുക, അങ്ങനെ 4 പ്രാവശ്യം. ഓക്കെ, കൈയുടെ മൂവ്മെൻറ്റ് വരുന്നത് 1 2 3 4 5 6 7 8. അതായത് ഫസ്റ്റ് താഴെ, ദെൻ മേലെ, ദെൻ താഴെ, ദെൻ കൈക്കെട്ട. ഓക്കെ, ഒന്ന് നോക്കാം. 1 2 3 4 5 6 7 8. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 1 2 3 4 5 6 7 8. ഓക്കെ, അതായത് നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഒന്ന് ടാപ്പ് ചെയ്യുക, ദെൻ റൈറ്റ് ഹാൻഡ് എടുത്ത് തലയുടെ ഇവിടെ നിന്ന് നേരെ താഴോട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്നൊരു വേവ് പോലെ താഴേക്കൊണ്ടില്ല. ഓക്കെ, നോക്കാം. 1 2 3 4. ഓക്കെ, ദെൻ ലെഗ് മൂവ്മെൻറ്റ്, അടുത്ത സ്റ്റെപ്പിൽ ലെഗ് മൂവ്മെൻറ്റ് വരുന്നത് റൈറ്റ് ലെഗ് എടുക്കുക, ലെഫ്റ്റിൽ കുത്താന്ന് പറഞ്ഞാൽ നിലത്ത് കുത്തരുത് കേട്ടോ. 1 2 3 4. അതായത് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ദെൻ ഫ്രണ്ട്. നമ്മുടെ റൈറ്റ് ലെഗ് താഴെ കുത്തുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് ഒന്ന് പൊക്കി താഴ്ത്താം. ഓക്കെ, നോക്കാം. 1 2 3 4. ഓക്കെ, നോക്കാം. 1 2 3 4. ഒന്നുകൂടെ 1 2 3 4. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ 1 2 3 4 5 6 7 8. അത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ജസ്റ്റ് റൈറ്റ് ഹാൻഡ് മേലേക്കൊക്കെ ലെഫ്റ്റ് ഹാൻഡ് താഴേക്ക് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പറേക്ക് വരുമ്പോൾ അങ്ങനെ സ്പീഡിൽ വരും. അതായത് 1 2 3 4. ഓക്കെ, 1 2 3 4. അത് ഇവിടെ എത്തുമ്പോൾ ഇച്ചിരി സ്പീഡിൽ ഇങ്ങനെ കിടന്നോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നോക്കാം.
3, 2, 1, go. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഒന്ന് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അത് കിട്ടാൻ തോന്നും കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ നമ്മുടെ കൈ രണ്ടും ഇങ്ങനെ 90 ഡിഗ്രി പൊക്കി പിടിക്കുക. ഓക്കെ, ദെൻ ജസ്റ്റ് ചെസ്റ്റും ഹിപ്പും റൊട്ടേറ്റ് ചെയ്യുക 2 പ്രാവശ്യം. 1, 2. ദെൻ കൈ രണ്ടും എല്ല് പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് ഹാൻഡ് നീട്ടി പിടിക്കുക. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക്. ഓക്കെ, ദെൻ ഫസ്റ്റത്തിൽ 1, 2. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് നീങ്ങുക. ദെൻ 3, അതായത് റൈറ്റ് ലെഗ് ജസ്റ്റ് ഇങ്ങനെ റൈറ്റിലേക്ക് എടുത്തേക്കുക. ദെൻ ഈ സ്റ്റെപ്പ് കളിക്കുമ്പോൾ 2 പ്രാവശ്യം ഇത് കാണിക്കുക. ഒപ്പം ലെഫ്റ്റ് ലെഗ് ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക. ഓക്കെ, നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. ഒന്നുകൂടെ. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ. നമുക്കിനി ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ ഒന്നുകൂടെ കളിച്ചു നോക്കാം. ഓക്കെ, 3, 2, 1, go. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി പല സ്റ്റെപ്പായിട്ട്, അതായത് പല സ്പീഡിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, மைக்கேல் காத்த வந்திருக்கு, மயிலாட்டம் ஆடமென்னு மைக்கேல் காத்த வந்திருக்கு, ஆட்ட பார்க்க ஆளில்லன்னு அடுத்தவன் குடிச்சாருங்க. அடுத்தவன் யாருங்க? மயிலாட்டம் ஆடமென்னு மைக்கேல் காத்த வந்திருக்கு, மயிலாட்டம் ஆடமென்னு மைக்கேல் காத்த வந்திருக்கு, ஆட்ட பார்க்க ஆளில்லன்னு அடுத்தவன் குடிச்சாருங்க. மயிலாட்டம் ஆடமென்னு மைக்கேல் காத்த வந்திருக்கு, மயிலாட்டம் ஆடமென்னு மைக்கேல் காத்த வந்திருக்கு, ஆட்ட பார்க்க ஆளில்லன்னு அடுத்தவன் குடிச்சாருங்க. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ട്യൂട്ടോറിയൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ട പറഞ്ഞ പോലെ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇനിയും നല്ല ട്യൂട്ടോറിയൽസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റ, ബൈ ബൈ.